സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് വണ്ടി ഓടിക്കാൻ പഠിച്ചത് ദൈവത്തിനാണ്. ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് തന്നെ അതെ ഇവത്തിൽ തന്നെയാണ് പാഷൻ കൂട്ട്. പിന്നെ നമ്മള് യാത്ര കൂടാതെ യൂസ് ചെയ്യുന്ന എന്തിനൊക്കെ ശ്രേഷ്ഠെന്ന് പറഞ്ഞേ. നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നത് യാത്രയല്ലാതെ ഒരു പിടുത്തമില്ലല്ലോ. ഇത് ഇവരുടെ വീട്ടുപേരല്ലേ? നമ്മുടെ വീട്ടുപേരാണ്ട് ഇടയ്ക്ക് വിട്ടു പോകും. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണിച്ചത് ഇതുണ്ടോ? ഇത് കണ്ടോ? ഇത് ഗൈസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മള് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് വീഡിയോ എടുത്ത സമയത്തെ ഈ ഹൈറേഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ചേട്ടാ എനിക്ക് ഫസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. അത് ആദ്യം പറയട്ടെ. അപ്പൊ നമ്മുടെ ഹൈറേഞ്ച് കുടുംബം നമ്മുടെ യൂട്യൂബ് ചാനലില് വ്യൂവേഴ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. അതെ തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ തന്ന ഈ ഒരു സപ്പോർട്ട് മുമ്പിലേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. അതെ നമ്മള് ഒരു 4 മെമ്പറും കൂടെ ഉണ്ട്. ഞങ്ങൾ കൂടാതെ 4 മെമ്പേഴ്സും കൂടെ നമ്മുടെ വീട്ടിൽ. അപ്പൊ അവരെ ഒന്നും കൂട്ടാതെയാണ് വേറൊരു മെമ്പർമാരെയാണ്. അപ്പൊ അവരെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇത്. ഏതാ മെമ്പർമാരെ പരിചയപ്പെടുത്തണ്ടേ? ഏതാ മെമ്പർ കാണിക്കൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെമ്പർ, നമ്മുടെ പാഷൻ കുട്ടൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നറിയാം, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും പപ്പയാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യാറ് കേട്ടോ വീട്ടില്. അപ്പൊ കടയ്ക്ക് പോകാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി. ഒന്ന് കാണിച്ചു കൊടുക്കും ചേട്ടാ, നന്നായിട്ട് കാണിച്ചു കൊടുക്കും. സെറ്റല്ലേ? നമ്മുടെ ഫസ്റ്റത്തെ വണ്ടിയാണിത്. അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം ഇതിനോടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. അതായത് ഞാന് കേട്ടോ വണ്ടി ഓടിക്കാൻ പഠിച്ചത് വീണതൊക്കെ അയ്യോ പിന്നല്ലാതെ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ദൈവത്തിനാണ്. ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് തന്നെ അതെ ഇവത്തിൽ തന്നെയാണ് പാഷൻ കൂട്ടൻ. അപ്പോൾ പാഷൻ കൂട്ടൻ ഇപ്പോഴും കണ്ടീഷനാണ്. അതെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് പോവാം. വിസ്റ്റകുട്ടൻ. അപ്പോൾ ഇത് നല്ല കണ്ടീഷനാണ് കേട്ടോ ഈ വണ്ടി. നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യാറുണ്ട് ഈ വണ്ടി. പിന്നെ നമ്മൾ യാത്ര കൂടാതെ ഇത് യൂസ് ചെയ്യുന്ന എന്തിനൊക്കെ ശ്രേഷ്ഠെന്ന് പറഞ്ഞേ. നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നത് യാത്രയല്ലാതെ ഒരു പിടുത്തമില്ലല്ലോ. നമ്മള് സാധനങ്ങൾ ഇറക്കുമതി കയറ്റുമതി. ഓ അങ്ങനെ പറയാം. അതായത് ഏലക്ക ഉണ്ടല്ലോ, ഏലക്ക കൂടുതൽ നമ്മൾ ഏലക്ക ആക്കി എടുത്തിട്ട് സ്റ്റോറിലേക്ക് ഉണങ്ങാൻ കൊണ്ടുപോകുന്നൊക്കെ ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെയല്ല നമ്മൾ ഇവിടുത്തെ ഈ കൂടുതൽ ലോക്കൽ ഓട്ടംസ്, അതായത് കുമ്മളി, കട്ടപ്പന, അങ്ങനെ നമ്മുടെ ഇവിടെ ഹൈ റേഞ്ചിൽ കൂടെ ഓടാനും നമ്മൾ ഈ വിസ്റ്റയാണ് യൂസ് ചെയ്യുന്നത്. വിസ്റ്റ് കൂട്ടൻ. തീർച്ചയായിട്ടും കാർ ഓടിക്കാൻ പഠിച്ചതും വിസ്റ്റക്കൂട്ടിൽ നിന്നാണ്. അപ്പം ഇതുണ്ടോ വരപ്രസാദം എന്നാണ്. വരപ്രസാദം എന്നുള്ള പേര് കണ്ടോ? ഈ വരപ്രസാദം എന്നുള്ള പേര് തന്നെ ആരിട്ടാന്ന് അറിയോ? ആരെന്നറിയോ? അമ്മച്ചി ഇട്ടതാ. നല്ല രസമുള്ള പേരാണ്. അപ്പം അമ്മച്ചി ഇട്ട പേരാണ് വരപ്രസാദം. അപ്പം കാണിച്ചു തരാം. 2009 മോഡല്. 2009 മോഡല്. ഇതൊരു വീട്ടുപേരാണ് ഗൈസ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആലുങ്കൽ. ഇത് ഇവരുടെ വീട്ടുപേരല്ലേ? നമ്മുടെ വീട്ടുപേരാണ് ഗൈസ്. ഇടയ്ക്ക് വിട്ടു പോകും. അപ്പോൾ ഇങ്ങനെ അടുത്ത ആളിലേക്ക് പോയാലോ. അങ്ങനെ 2 മെമ്പർമാരെ ഞങ്ങൾ പരിചയപ്പെടുത്തി. അടുത്ത മൂന്നാമത്തെ മെമ്പറിനെ ഞാൻ സഫാരി ചാനൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് എടുത്താണ്. അതായത് എനിക്ക് തോന്നുന്നു 2018 നേരെ കാണിച്ചാലോ. പോകുമ്പോഴേ കുറച്ച് ശ്രീയേട്ടൻ കുറച്ച് പുളിച്ചിത്തരം കാണിക്കാറുണ്ട് തീമ പോകുമ്പോട്ടോ. കുറച്ച് ഷൈൻ ചെയ്യൽ കൂടുതലുണ്ട്. ബുള്ളറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് മൂന്നാമത് വാങ്ങിയ വണ്ടി. പേരെങ്ങനെയാ? ഇതിന്റെ പേര് തണ്ടർകുട്ടൻ. എല്ലാം കുട്ടന്മാരാണ് കേട്ടോ. നമുക്ക് എല്ലാം കുട്ടന്മാർ ചേർത്ത് നമ്മൾ വിളിക്കാറുള്ളത്. വണ്ടിയുടെ പുറത്ത് ഒരു ദുശകനും ഇല്ല, അതങ്ങ് മാറി കാണിക്കട്ടെ. ഇതുണ്ടോ? പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണിച്ചത് ഇതുണ്ടോ? ഇത് കണ്ടോ? ഇത് ഗൈസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് വീഡിയോ എടുത്ത സമയത്തെ ഈ കുരങ്ങന്മാര് കയറി പണി ഉണ്ടാക്കി 8ന്റെ പണി തന്നതാണ് ഇത്. അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കാണാൻ ആരെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ മേളില് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോയും കാണാത്തവരാണെങ്കിൽ പോയത് കണ്ടുവരിക. അങ്ങനെ എന്താ പറയാ, സൂപ്പർ വണ്ടിയാണ്. എനിക്ക് ഏറ്റവും എന്താ പറയാ, എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 കുട്ടന്മാരും 4 കുട്ടന്മാരും ഒരുപോലെ തന്നെയാണ്. എന്നാലും കൂടുതലൊരു പ്രിയം
ഇതിനോടാണ്. അന്വേഷിച്ചാലും പിന്നെണ്ടല്ലോ തണ്ടർ റൂട്ടിനോടാണ്. ഇവിടുന്ന് ട്രിവാൻഡ്രത്തോട്ടൊക്കെ ഈ ബൈക്കിൽ പോയാണ്ടാണ് വരാറ് കേട്ടോ അധികം. ഒരുപാട് പിന്നെ ഞാൻ ഇവനോട് തന്നെ ഒരുപാട് ട്രിവാൻഡ്രം ആയിക്കോട്ടെ എറണാകുളം ആയിക്കോട്ടെ ലോങ് ഡിസ്റ്റൻസ് ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ തന്നെ, അതായത് വാവ വരുന്നതിന് മുമ്പ് ഞാനും ഇവനും കൂടി ആയിരുന്നു യാത്രകൾ മൊത്തം. ഇതായിരുന്നു ലവർ തോന്നുന്നു കേട്ടോ ഗൈസ്. ഞാൻ അതെ അതെ അതെ. അങ്ങനെ നേരെ ഇത് കഴിഞ്ഞു അടുത്ത മെമ്പറാണ്. അടുത്ത മെമ്പറിലേക്ക് പോകാം. ലാസ്റ്റ് മെമ്പർ ഫൈനൽ. ദിസ് വൺ ട്രൈബർ കുട്ടൻ ട്രൈബർ. ഇതാണ് നമ്മുടെ ട്രൈബർ റൂട്ട്. ഇത് കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഫാമിലീസിന് എല്ലാം ഒരുപാട് പേരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് പോകാനും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ എടുത്തിട്ടൊരു 1 വർഷത്തിന് മേളിലായി ട്രൈബർ റൂട്ടിനെ മേടിച്ചിട്ട്. ഒന്നാമത് ആളെണ്ണം കൂടുതലായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലായിടം പോകാനും പിന്നെ ലോങ് ഡിസ്റ്റൻസ് അല്ല നമ്മളിപ്പം പോകുന്നത് 4 വീൽ യൂസ് ചെയ്യുന്ന നമ്മൾ ട്രൈബർ റൂട്ടിനെ കൊണ്ടാണ്. 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതാണ് കൂടുതൽ യൂസ് ചെയ്യാറ് ലോങ് ഡിസ്റ്റൻസിന് കാര്യങ്ങളൊക്കെ. അതെ അതെ. ഇപ്പോഴും ട്രിവാൻഡ്രം ഒക്കെ പോകുന്നത് നമ്മൾ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് ഇതാണ്. എറണാകുളം ട്രിവാൻഡ്രം എല്ലാം പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എന്ന് പറയാൻ പറ്റത്തില്ല. സോറി, ഇപ്പൊ നിലവിലുള്ളതിന് 4ാമത്തെ വണ്ടി ഇതാണ് കേട്ടോ ഗൈസ്. കണ്ടോ സെറ്റല്ലേ? കണ്ടല്ലോ. അപ്പോൾ അപ്പൊ നമ്മളെല്ലാരും ഭയങ്കര സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഈ 4 എണ്ണത്തിൽ നമ്മളൊരു മെമ്പർ പോലെ തന്നെ കാണുന്നു കേട്ടോ, നമ്മളെ പോലെ തന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുട്ടന്മാരെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞല്ലോ, നമുക്ക് ഇത് ഇവിടെ നിർത്താം. ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇടുക്കി മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്ന് നിങ്ങളൊന്ന് പോയി കണ്ടു തീർച്ചയായിട്ടും കാണണം കേട്ടോ. അത് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. സൂപ്പർ വീഡിയോ ആണ്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കറപ്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ആരൊക്കെയോ കമന്റ് എഴുതിയത് കണ്ടു ഞാൻ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അതെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇടാം.